ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇവ ഹന വൈബ്സ്. വീഡിയോയുടെ ആദ്യം തന്നെ ദ കിച്ചൺ ഇസ് ദ ഹാർട്ട് ഓഫ് ഹോം എന്ന് കാണിച്ചപ്പോൾ തന്നെ എന്തായിരുന്നു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ശരിയല്ലേ? ഏറ്റവും രുചികരമായിട്ടും ഫ്രഷായിട്ടും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെയാണ്. രാവിലെ അപ്പോൾ നമ്മുടെ ഹന്നക്കുട്ടിക്ക് ഒരേ ഒരു വാശി, അവൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ബിരിയാണി വേണമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കളയാം. രാവിലെ കടയിൽ പോയി നല്ല ബീഫ് മേടിച്ചുകൊണ്ട് വന്നു. ആ ബീഫ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഹാപ്പി. വേറൊന്നുമല്ല, നല്ല ഫ്രഷ് ബീഫ് കിട്ടി. അങ്ങനെ പയ്യെ ഈ ബീഫെല്ലാം കഴുകി വാരി ഒരു പാത്രത്തിലാക്കി. ഈ ബീഫ് കുട്ടന്മാർ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ സുന്ദരക്കുട്ടന്മാരാകുന്നത്? അങ്ങനെ ഞാൻ പയ്യെ പോയിട്ട് കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് അവന്മാരെ കൊണ്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ നമ്മുടെ ബീഫ് കുട്ടന്മാരെ വേവിക്കാനായിട്ട് കുക്കറിലാക്കി ഗ്യാസിൽ വെച്ചു. നമുക്കിനി ഗ്രേവിക്കായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മുടെ ഈ ബിരിയാണിക്കകത്ത് നമ്മൾ 4 കൂട്ടം സാധനങ്ങളെ ഇടാറുള്ളൂ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം പയ്യെ നമ്മൾ അരിഞ്ഞ് നമ്മുടെ ഇഞ്ചിനെയും വെളുത്തുള്ളിനെയും എടുത്ത് ഇടിച്ച് ചതച്ച് ഒരു പരുവാക്കിയിട്ട് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചു. ആ നേരം കൊണ്ട് നമ്മുടെ കുക്കർ കരഞ്ഞ് വിസിലടിച്ച് എണ്ണ എടുത്തോന്ന്. വിസിലടിക്കുന്ന മണം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹന്നക്കുട്ടി ഈ കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് എന്തൊക്കെയെങ്കിലും നടക്കും. അങ്ങനെ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമുക്കങ്ങോട്ട് വഴട്ടിയെടുക്കാം. വഴട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഇച്ചിരി നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ തട്ടി. ആ മല്ലിയിലയും പുതിനയിലയും ഇട്ടപ്പം കളം മാറിയില്ലേ? വേറൊന്നുമല്ല, സ്മെല്ല്. അമ്പട, മല്ലിയിലയ്ക്ക് പുതിനയിലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ല്, ആർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ റെഡിയായ ബീഫും കൂടെ നമ്മളിട്ട് കുറച്ച് നേരം നല്ലതായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. അങ്ങനെ അവന്മാരെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചോറിനുള്ള പരിപാടി തുടങ്ങും. ഇതിന് നമ്മുടെ അരിയെല്ലാം നല്ലതായിട്ട് കഴുകിയെടുത്ത് നമ്മളൊരു 5 മിനിറ്റ് വെള്ളത്തിനകത്തിട്ട് കുതിർക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിനകത്തൂടെ നല്ല അരിയെല്ലാം കൂടെ പെറുക്കിയിട്ടു. അതിനകത്ത് കുറച്ച് സാധനങ്ങളോടൊക്കെ വേണം. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന്. നമ്മുടെ ബീഫ് തിളയ്ക്കുന്ന ഒരു തിള കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ അടിപൊളി, നല്ല മണവും എല്ലാം കൂടെ വന്നിട്ട്. ഇനി പയ്യെ നമുക്ക് വേവിച്ച് വെച്ച അരിയും കൂടെ ഇട്ട് നമുക്ക് ഇവന്മാർ ദമ്മടിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ പയ്യെ കുറച്ച് ചോറുകളെല്ലാം അതിനകത്തോട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് ദമ്മടിക്കാൻ പോവാം. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുഖത്തിൽ കുറച്ച് നെയ്യും കൂടെ വന്നിടും. എന്നിട്ടോ അവിടെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് കിസ്മിസും കുറച്ച് മല്ലിയിലയും കുറച്ച് സവാളയും കൂടെ ചെയ്ത് ഒന്ന് സ്റ്റൈലാക്കി എടുക്കാം നമുക്ക്. ബിരിയാണി തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ആ നേരം കൊണ്ട് കുറച്ച് പപ്പടവും വറുത്ത് ഇച്ചിരി സാലഡും ഉണ്ടാക്കി ഇച്ചിരി ഡേറ്റ്സ് അച്ചാറും എടുത്ത് നമുക്ക് സെറ്റായിട്ട് കഴിക്കാനെടുത്ത് വെച്ച്. നമുക്ക് ഇവനെ ഒന്ന് ഇളക്കിയെടുത്താലോ? സൂപ്പർ. ഹന്നക്കുട്ടി എന്നോട് പറഞ്ഞ് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ബിരിയാണി വേണമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ആക്കിയേക്കാം. അങ്ങനെ നമ്മുടെ ഹന്നക്കുട്ടി പറഞ്ഞതുപോലെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബിരിയാണിയും കൂടെ 2 നാരങ്ങ വെള്ളം കൂടെ ഇറക്കി.
നോക്കിയിരുന്ന മടുത്ത് ആശാട്ടി അപ്പുറത്തെ ഫ്ലാറ്റിൽ കളിക്കാൻ പോയി ആ നേരം കൊണ്ട്. പിന്നെ ഞാൻ പോയി വിളിച്ചിട്ട് വന്നു. ബിരിയാണി കണ്ടതും രണ്ടുപേർക്കും ഹാപ്പിയായി. സൂപ്പർ ബിരിയാണി, സൂപ്പർ കിടക്കാച്ച ബിരിയാണി. എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി? നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ കൊച്ചിന്? കൊച്ചിന് ഇഷ്ടപ്പെട്ടാ? ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ബൈ.